സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബേബി നില്ലോ. സോ മഞ്ഞ വീട്ടിലേക്ക് സ്വാഗതം. സോ ഓക്കെ, നേരെ വൻ്റെ എണ്ണാക്കിലോട്ട് തന്നെയാണ് അമ്പോ ചില്ലായിരിക്കുകയാണ്. ഓക്കെ, ഇതെന്താ നമ്മൾ ലിഫ്റ്റിനകത്തോട്ട് കയറി. സോ ലിഫ്റ്റിനകത്ത് എന്തായാലും അപകടങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കണ്ടോ, ഇവർക്ക് ലിഫ്റ്റിനോട് എന്തോ പ്രത്യേക വൈരാഗ്യമാണ് ഗൈസ്. കണ്ട കളറൊക്കെ മാറിയത് ചെക്കൻ സീനായി. കണ്ണിൽ കണ്ട മുന്തിരി കുടുങ്ങിയ ലഡു പോലത്തെ അവൻ്റെ കണ്ണും പോളായിരുന്നു. ഒക്കെ പേടിക്കും തോന്നുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട്. ഇതൊക്കെ എത്ര കണ്ടേക്കണ്. ഓക്കെ, ഇവൻ്റെ ബെഡ്റൂമിനകത്ത് ഈ സംഭവം ഉണ്ട് കേട്ടോ, ഈ സമൂസ പോലെ ഇരിക്കണ ഇത് ഇസ്മൊഞ്ഞ്. എനിക്ക് OCD പ്രശ്നമുണ്ട്. അപ്പോൾ നിന്നെപ്പോലത്തെ ഒരു തന്നെ തൊട്ടപ്പോൾ എനിക്കന്ന് നിലത്തിടണമെന്ന് തോന്നി. അത് കാരണം നീ ഇവിടെ കിടന്നോ, ഞാൻ പോന്നു. വരടിക്കട്ടെ. യെസ്, അയ്യോ ഇതല്ല, ഇത് ഓക്കെ ഓക്കെ. ഓ തൂക്കി. ഓക്കെ യെസ്, ഇവനെക്കൊണ്ട് ശല്യം. ഇറങ്ങി പോന്നി. കണ്ണിൽ ലഡുണ്ടെങ്കിലും കരയൂട്ടോ അവൻ. മൊഞ്ഞേ ഇറങ്ങി പോന്നി. ബ്രോക്കൺ കീയാ എടാ, ഇപ്പോഴേക്കിത് അടിച്ച് ചതച്ച് വെച്ചാ. ഇതൊക്കെ ലിഫ്റ്റിനകത്തോട്ട് കയറാം. മിക്കവാറും മറ്റേ ഡൈമെൻഷനിലോട്ട് പോയിട്ട് വരാം. അതാന്ന് തോന്നുന്നു. ഇനി വേറെ ഡൈമെൻഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. മറ്റേ ഡൈമെൻഷനാന്ന് തോന്നുന്നു. ഓക്കെ, മറ്റേ ഡൈമെൻഷൻ, അതെ മറ്റേ ഡൈമെൻഷൻ. ഇതിനകത്ത് ചെക്കൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പോയിട്ട് നമ്മൾ ഇവിടുന്ന് പക്ഷെ ഞാൻ വിചാരിച്ച് ഈ എടുത്ത് മറ്റേ ഡൈമെൻഷനിലോട്ട് പോകണമെന്ന്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഗെയിമിങ് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി കൂടി. ആൻഡ് എന്തൊക്കെ XP ഒക്കെ കിട്ടി. ആളെ കളിയാക്കുന്നോടാ നീ, നോട്ട് ദിസ് ടൈം ഒന്ന്. ഇറങ്ങി പോടാ, പേടിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നാമത് ഹെഡ്സെറ്റ് വെച്ചാണ് കളിക്കുന്നത്. തേങ്ങ അല്ലേ, ഇത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിരിക്കും ഈ ഗെയിമിൻ്റെ റെക്കോർഡിങ് വീഡിയോനകത്ത്. അതാരാണ് ഹെഡ്സെറ്റ് വെച്ചാൽ ഞാൻ ഇരിക്കുന്നത്. അവനെ വൃത്തിയിട്ട ചിരി തേങ്ങ. അവൻ്റെ അയ്യോ, ചെക്കൻ്റെ ചന്തിമ തീ കത്തിയത് പറന്ന് വന്നേക്കുന്നത്. ഇത് ഓഗിയാണ് അവൻ. മുട്ട യോഗിയൊക്കെ. ഇത് ഓഗീൻ്റെ ലെവൻ തന്നെ. ചെക്കൻ കിങ്ങായി. ആൻഡ് ഈ ഗെയിമിനകത്ത് കിങ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സോ ലെവനെ പറ്റിയാണ് ഈ ഗെയിം ഫുള്ള്. കിങ് ഇൻ യെല്ലോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇത് ബേബി ഇൻ യെല്ലോ, മറ്റ് ലെവൻ കിങ് ഇൻ ഇടത്ത് നമ്മൾ നേരത്തെ വന്ന സ്ഥലമല്ലേ. ഇതെന്ത് ബുക്കിനകത്ത് എന്തൊക്കെയോ ആൾറെഡി സീൻ, ആൾറെഡി നോൺ, ഓൾറെഡി വിസിറ്റഡ്. ശലി ഇവിടെയൊക്കെ ടയേർഡ് ബോയ്. ഇവനെ നോക്കി ഞാനാ ടയേർഡായി. അവൻ എന്നെ നോക്കി പറഞ്ഞാൽ തോന്നുന്നു. പന്നി ഇറങ്ങി പോടുന്നു. മൂലം പോഞ്ഞുകൊണ്ട് വരുന്നില്ല. ഞാൻ അവനെ നോക്കുന്നില്ല. ഓക്കെ, വന്നോന്ന് TVൻ്റെ പുറത്തായ. അതെന്താ? അയ്യോ, ഇതെൻ്റെ സ്ക്രീൻ എന്താ പോലെ. അവൻ്റെ തേങ്ങ. ഇതെന്ത് 5 ഇതൊക്കെ. അയ്യോ, അവൻ്റെ മോന്തായിട്ടില്ല. അയ്യോ എനിക്കിത് കാണുമ്പോൾ എന്തോ രാത്രി എന്തോ ഇരുട്ടത്. അയ്യോ, അടിയിലും മേലിട്ടൊന്നും നോക്കാൻ പറ്റും. അയ്യോ ഗൈസ്, അതെ വലിട്ടി. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന തേങ്ങ. ശല്യം, സമാധാനം തരില്ലല്ലോ അവര്. അവൻ്റെ തലയിൽ TV വരെ തല്ലി കയറ്റി വെച്ചേക്കുന്നു. അവനെ നോക്കാണ്ടങ്ങ് പോവാം. എന്തോ ഫെയിലായിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. രാവും പോയി. ഇനി ടെലിപ്പോർട്ടേഷൻ പവർ ഉണ്ടല്ലോ, കൊടുത്തോൻ്റെ പറയണേ. നമുക്ക് ഇവന് ടെലിപ്പോർട്ടേഷൻ പവർ കൊടുത്തോൻ്റെ ചെള്ള നോക്കി ഒന്ന് കൊടുക്കണം ഗൈസ്.
2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടി. 5 മിനിറ്റും കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു. ഇത് വിവരിക്കാൻ പറ്റാത്തതായിരുന്നു. ഓക്കെ, അയ്യോ ഓക്കെ. ഞാനിവിടെ കിടന്നപ്പോഴേക്കും എന്തൊക്കെയോ ഉരി വീണു ഗൈസ്. ഇത് ലോക്കടോ? ഇതും ലോക്കഡ് ഗൈസ്. ഇത് മറ്റേ അയ്യോ ഇതൊരുമാതിരി വൃത്തിയുടെ സൗണ്ട് ഗൈസ്. അയ്യോ എന്തൊക്കെയോ പറയുന്നത്, ഇതൊക്കെ പറയട്ടെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. രസമില്ല കേൾക്കാൻ എന്തായാലും. നമ്മുടെ നമുക്ക് ലെവൻ നമ്മൾ പറഞ്ഞോർത്ത സ്റ്റോറി ഇല്ല ഇതൊക്കെ ഗൈസിനെ. ചെറുക്കൻ്റെ വക ഒരു പണ്ടാര ലൂപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഇവൻ എവിടെന്നാ വന്നേ? ശിവ ഇവൻ എന്നെ ലൂപ്പിലാക്കിയതായിരുന്നു ഗൈസ്. പന്നിത്തലയൻ ഗൈസ്. അവിടെ ഒരു കട്ടിൽ കിടക്കുന്നുണ്ട്. ഇവനെ കട്ടിൽ കിടത്തി അന്ന് മുതൽ എനിക്ക് പണി കിട്ടി തുടങ്ങിയതാ ഗൈസ്. ഞാൻ കട്ടിൽ കിടത്തും. ദേ റാബിറ്റ് ഇവിടെ ഇരിക്കണ്ടായിരുന്ന. ഓക്കെ, നമുക്ക് ഇറങ്ങി പോടാ. പിന്നെ അല്ല ഗൈസ്, നാളെ ഗൈസ് ചെറുക്കാനെടുത്ത് എറിഞ്ഞപ്പോൾ പാലം എല്ലാം പൊന്തിയായിരുന്നു ഗൈസ്. അത് കൊള്ളാം. ആൻഡ് തേങ്ങ കണ്ണടിച്ചു പോയി. ഓക്കെ, റാബിറ്റിന് ഭയങ്കര സ്പീഡാട്ടോ, വിചാരിക്കുന്ന പോലെയല്ല, ഒടുക്കത്തെ സ്പീഡാണ് ഇല്ലവന്. അതാരായിരുന്നു? ആ വഴി ഏതൊരുത്തം പോയിട്ടോ. നമുക്കൊന്നാലും നേരെ പോവാം. ഇത് പെയിൻറ്റിങ് ആണ്. എസ്റ്റൈൻ സിമ്പിൾ. ഓക്കെ, ഒരു വട്ടത്തിനകത്ത് കൂടെ ഒരു വര. ഓക്കെ, ആൻഡ് ഇതല്ലേ ഇവിടെ വേറെ കുറേ സിമ്പിളൊക്കെ ഉണ്ട്. ഇത് തന്നെ ഇത് പൊട്ടനും മനസ്സിലാവും. ഓക്കെ ഗൈസ്, ആൻഡ് എനിക്ക് വലിയ ഓർമ്മ അയ്യോ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അത് ഞാൻ പേടിച്ചു. ഓക്കെ ഗൈസ്, വേഗോട്. അയ്യോ മൂഞ്ചിയടാ. അയ്യോ ഒരു സ്പീഡ് കൂടി. അയ്യോ അങ്ങോട്ടും ഓടിയിരുന്നേ. അയ്യോ ഗൈസ്, ഡോൺ റൺ പോടാ. അയ്യോ സ്പീഡ് കൂടിയിട്ടോ. മറ്റേ എന്തൊരു വൃത്തിയായിട്ട. അയ്യോ ഇതന്നെ. ഓക്കെ ഗൈസ്, അയ്യോ ഇതൊക്കെ ഏതാ സിമ്പിളൊക്കെ ഗൈസ്. എന്താ അയ്യോ ഓർമ്മശക്തി. അയ്യോ ശരി ഓടിക്കാ. അയ്യോ പിന്നാലെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. റാബിറ്റ് മൊന്നെ ചെക്ക നമ്മളെ രക്ഷിച്ചിട്ടോ. റാബിറ്റ് എവിടെ? റാബിറ്റിനെ നമ്മൾ പുറത്തിട്ട് കൂട്ടിയെന്നുണ്ട്. പാവോടാ, കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം കൂട്ടാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ വെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടൊക്കെ നുഴഞ്ഞ് പോന്നു ഗൈസ്. അയ്യോ ഗൈസ്, അയ്യോ എൻ്റെ കണ്ണിൽ ലഡു എല്ലാം കയറിയതേ വരുന്നു. റാബിറ്റ്. അയ്യോ ഗൈസ്, ഇത്ര അടുത്തെത്തിയവൻ. അയ്യോ നമുക്ക് അത്യാവശ്യം സ്പീഡുണ്ട് എന്നാലും ഗൈസ്. അയ്യോ ഓക്കെ, നേരത്തെ അത്ര ഇല്ല. നേരത്തെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തെത്താറായി ഗൈസ്. ഓടി. അയ്യോ ഗൈസ്, നമ്മളെന്താ അയ്യോ ഇതാരാ? ചെക്കനെ തീവണ്ടിയൊക്കെ വന്നു. അയ്യോ ഒരു മുന്തിരി ഒടുങ്ങിയ ലഡു പോലത്തെ കണ്ണായിട്ട് ഓടി വരും തേങ്ങ. എക്സിറ്റ്. അയ്യോ തേങ്ങ. ഓക്കെ ഗൈസ്, നമ്മൾ റാബിറ്റിൻ്റെ ഒപ്പം അങ്ങോട്ട് ഓടിപ്പോയി. റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ഓൺലി വൺ, ദെയർ വിൽ ഓൾവേസ് ബി മോർ. കഴിഞ്ഞില്ലേ അപ്പോൾ? ഗെയിം കഴിഞ്ഞാ? ഗെയിം കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ഗെയിം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അച്ചീവ്മെൻ്റ് അൺലോക്കഡ്. ഓക്കെ ദ ക്യാറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ ആക്ട് 3 ക്യാറ്റാട്ടോ. സോ ക്യാറ്റ് നമുക്ക് പിന്നെ കളിക്കാം. നമ്മുടെ ബ്ലാക്ക് ക്യാറ്റാണ് അടുത്ത ചാപ്റ്റർ.
സോ അത് നമ്മളെന്തായാലും കിട്ടുന്ന ചാപ്റ്ററാണ് ഗൈസ്. സോ കിട്ടുന്ന സ്റ്റോറിയൊക്കെയാണ്. സോ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ അപ്പോൾ അതുവരേക്കും ബൈ ബൈ ടാറ്റ.